ഹായ് ഓൾ, എല്ലാ എക്കണോമിക്സ് ക്ലാസ്സുകളിലും പൊളിറ്റിക്കൽ സ്പീച്ചസിലും നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ് GDP. സോ എന്താണ് ഈ GDP എന്നാൽ ഒരു നമ്പറാണോ അതൊരു മെഷർമെൻ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും കാണും. സോ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതുകൊണ്ട് നമ്മൾ GDP എന്നൊരു മിസ്റ്ററി സോൾവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൻ്റെയും ആകെയുള്ള മൂല്യമാണ് GDP എന്ന് പറയുന്നത്. നമുക്കിതിനെ എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും? നമ്മുടെ കൊച്ചു കേരളം ഒരു കമ്പനിയായിട്ട് വിചാരിക്കുക. അതിൻ്റെ പ്രൊഡക്ട്സാണ് എന്ത്? റബ്ബർ, കോക്കനട്ട്, ഏലക്ക, ഈവൻ എന്താണ് നമ്മുടെ വഴിയരികിലുള്ള ചെറിയൊരു ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന ചായ വരെ എന്താണ് കേരളം എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. സോ ഈ കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ടോട്ടൽ വാല്യൂ, അതായത് മൂല്യം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ എന്ത് നമുക്ക് കിട്ടും? കേരളത്തിൻ്റെ GDP കിട്ടും. നമ്മൾ ഇതേ കാര്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ഒരു രാജ്യത്തിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ GDP എന്ന് പറയുന്നത് കിട്ടും. സോ ബേസിക്കലി GDP ഈസ് ദ എക്കണോമിക് സ്കോർ കാർഡ് ഓഫ് എ കൺട്രി. ദ ഹയർ ദ GDP, ദ സ്ട്രോങ്ങർ ദി എക്കോണമി. GDP 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് നോമിനൽ GDP. നോമിനൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് വെച്ചാണ്. സോ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും സാധനങ്ങളുടെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൽ എക്കണോമിക് ഗ്രോത്ത് ആണോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആണോ നടക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. സെക്കൻഡ് വൺ ഈസ് റിയൽ GDP. റിയൽ GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഫേസ് ചെയ്ത ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിയൽ GDP ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം അവിടെ എക്കണോമിക് ഗ്രോത്ത് ശരിക്കും നടക്കുന്നു എന്നാണ്. തേർഡ് വൺ ഈസ് പെർ ക്യാപിറ്റ GDP. Per capita GDP is the GDP divided by its total population. ഒരു വർഷത്തിൽ ഒരാളുടെ ശരാശരി ഇൻകം എത്രയാണെന്ന് നമുക്ക് പെർ ക്യാപിറ്റ GDPയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നു. GDP എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് 3 മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ മെത്തേഡ്. ഒരു രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും ആകെ മൂല്യം കണക്കാക്കുന്നു. രണ്ടാമത്തേത് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്നാൽ ഒരു രാജ്യത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ടോട്ടൽ ഇൻകം നമ്മൾ കണക്ക് കൂട്ടുന്നു. മൂന്നാമത്തേത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നാൽ ഒരു രാജ്യത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും എക്സ്പെൻസിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് GDP എന്താണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എക്കണോമിക് ടോപ്പിക്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.